ടെക്നോഫ്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിപൊളി റീസ്റ്റോറേഷനാണ്. അടുത്തുള്ള ആക്രിക്കടയിൽ നിന്നും വെറും 50 രൂപയ്ക്ക് കിട്ടിയ ഒരു ബീറ്ററിൻ്റെ റീസ്റ്റോറേഷൻ. ഇതുപോലെ ചെറിയ കംപ്ലയിൻ്റ് ആകുമ്പോൾ തന്നെ അടുത്തുള്ള ആക്രിക്ക് കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിലെങ്ങനെ റിപ്പയർ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ബീറ്റർ കിട്ടിയപ്പോൾ വയറിൻ്റെ അറ്റത്തെ പിന്നെല്ലാം കട്ട് ചെയ്ത് ഫുള്ള് പൊടിയും പിടിച്ച് ഇതായിരുന്നു അതിൻ്റെ കോലം. ആദ്യം തന്നെ നമുക്ക് അതിൽ കെട്ടിവെച്ചിരിക്കുന്ന കേബിളെല്ലാം അഴിച്ചു മാറ്റി ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിലിടാൻ വേണ്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 2 ബ്ലേഡ് അതിൻ്റെ സൈഡിൽ തന്നെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓണായി വന്നാലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ആക്രിക്കടയിൽ നിന്നൊക്കെ എടുത്തതായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഫുള്ള് സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. നമ്മുടെ ബീറ്റർ ഫുള്ള് സാനിറ്റൈസ് ചെയ്ത ശേഷം നമുക്കൊരു കോട്ടൺ വേസ്റ്റിന് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ബീറ്റർ പ്ലഗിൽ കുത്തി ഓൺ ആകുമെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ ഓൺ ആയില്ലായിരുന്നു. ബീറ്റർ ഓൺ ചെയ്തിട്ട് ഓണാകാത്ത സ്ഥിതിക്ക് നമ്മുടെ ബീറ്ററിൽ നിന്ന് അഴിച്ചെടുക്കാം. അഴിക്കാൻ വേണ്ടി താഴെ സൈഡിലുള്ള 3 സ്ക്രൂകളുണ്ട്, അത് ലൂസ് ചെയ്തെടുക്കണം. സ്റ്റാർ ടൈപ്പ് സ്ക്രൂ ഡ്രൈവറാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലത്തെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ വളരെ എളുപ്പമാണ്. 3 സ്ക്രൂവും അഴിച്ചെടുത്ത ശേഷം പയ്യെ ഇങ്ങ് പൊക്കിയെടുത്താൽ മതി, അഴിഞ്ഞു വന്നോളും. നമ്മുടെ ഈ ബീറ്ററിൻ്റെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും വലിയ അത്യാവശ്യം കുഴപ്പമില്ല, എന്നാലും വലിയ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്ക്രാപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ എടുത്ത് റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ കംപ്ലൈൻ്റ് കാണുള്ളൂ, ചിലപ്പോൾ മൊത്തത്തിൽ പോയതായിരിക്കും. വീഡിയോയിൽ കണ്ട പോലെ അതിലത്തെ 3 സ്ക്രൂകളും ലൂസ് ചെയ്ത ശേഷം പയ്യെ മുകളിലത്തെ കവർ നമുക്ക് അഴിച്ചു മാറ്റാം. ഈ കവർ നമ്മൾ അഴിച്ചു മാറ്റുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ആ സ്വിച്ചിൻ്റെ കണക്ഷൻ ഒന്നും വിട്ടു പോകാതെ സൂക്ഷിച്ചു വേണം ആ കവർ അഴിച്ചു മാറ്റാൻ. ഇതുപോലത്തെ ബീറ്ററിൽ കൂടുതലും വരുന്നത് ബ്രഷ് ടൈപ്പ് മോട്ടറാണ്. അതുകൊണ്ട് നമ്മുടെ കാർബൺ ബ്രഷ് തീർന്നു കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യില്ല. നമ്മുടെ ബീറ്ററിൻ്റെ മോട്ടർ ഫിറ്റ് ചെയ്തായിരുന്ന 2 കാലുകളുണ്ട്, രണ്ടും ഒടിഞ്ഞിരിക്കുമായിരുന്നു. ഇതൊക്കെ കാരണമായിരിക്കും എടുത്ത സ്ക്രാപ്പിലേക്ക് കളഞ്ഞത്. എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്നും ഒടിഞ്ഞു പോയ കാലിൻ്റെ പീസുകൾ നമുക്ക് ആദ്യം അഴിച്ചു മാറ്റാം. അതും 2 സ്റ്റാർ സ്ക്രൂകൾ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലൂസ് ചെയ്തെടുത്താൽ അഴിഞ്ഞു വരും. നമ്മുടെ ഈ ബീറ്റർ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനെ അതിൻ്റെ 2 കാർബൺ ബ്രഷുകളുള്ളത് തീർന്നു പോകും. അത് തീർന്നു പോയാലും ഓണാകാതെ ഇതേ കംപ്ലൈൻറ്റ് വരും. ഈ ബീറ്ററിൻ്റെ ബ്രഷ് ചെക്ക് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ബ്രഷായിരുന്നു. അടുത്തതായിട്ട് നമ്മുടെ ബീറ്ററിൻ്റെ പവർ സപ്ലൈയുടെ കേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ വെച്ച് കേബിൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, കേബിൾ മൊത്തത്തിൽ പോയതാണ്. കേബിളിൻ്റെ ഉള്ളിൽ 2 വയറുകളും എവിടെയോ കട്ടായിരിക്കുമായിരുന്നു. പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു വയർ നേരെ സ്വിച്ചിലേക്കും ഒരു വയർ നേരെ മോട്ടറിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും നമുക്ക് ആദ്യം അഴിച്ചു മാറ്റാം. ഇതിലുണ്ടായിരുന്ന കേബിളാണെങ്കിലും വലിയ ക്വാളിറ്റി ഒന്നുമില്ലാത്ത കേബിളായിരുന്നു, അതാണ് വേഗം പോയതെന്ന് തോന്നുന്നു. നമ്മുടെ ബീറ്ററിൻ്റെ കേബിൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലത്തെ അറ്റത്ത് 2 പിന്നുള്ള മോഡൽ ഒരു കേബിൾ വേണം. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. വാങ്ങിയപ്പോൾ 60 രൂപയായിരുന്നു വില. ബീറ്ററിലേക്ക് കേബിൾ ഫിറ്റ് ചെയ്താലും ഇങ്ങനെ ബോഡിയെ കൊണ്ട് ഒരഞ്ഞ കേബിൾ പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു സാധനം ഇട്ട ശേഷം വേണം ഫിറ്റ് ചെയ്യാൻ. ആദ്യം നമുക്ക് മോട്ടറിലേക്കുള്ള വയർ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്തെടുക്കാം. മോട്ടറിലേക്ക് കൊടുക്കാനുള്ള വയർ നന്നായിട്ട് സോൾഡർ ചെയ്ത ശേഷം ഇൻസുലേഷനും ചെയ്തെടുക്കണം. ഇതുപോലെ ഇൻസുലേഷൻ ചെയ്തില്ലെങ്കിൽ ഷോർട്ട് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് സ്വിച്ചിൽ നിന്ന് വന്ന വയറാണ്. പവർ സപ്ലൈയുടെ 2ാമത്തെ വയർ കണക്ട് ചെയ്യേണ്ടത്. 2 വയറുകളും പിരിച്ചു വെച്ച ശേഷം വിട്ടു പോകാതിരിക്കാൻ വേണ്ടി സോൾഡറും ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ഈ ബീറ്റർ വാങ്ങാൻ വേണ്ടി ആക്രിക്കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്നും ഒരു കോഫി മേക്കറും എടുത്തായിരുന്നു. അതിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തേക്കാം. അടുത്തതായിട്ട് നമ്മുടെ മോട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള 2 കാലുകൾ ഒടിഞ്ഞു പോയായിരുന്നു. അത് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാം. അത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ചാണ്. ഫ്ലക്സ് കിക്ക് ഉപയോഗിച്ച് പയ്യെ ഒട്ടിയ ശേഷം അതിലേക്ക് വെള്ളാരം കല്ല് തീരെ നൈസായിട്ട് പൊടിച്ചത് പൊടിയുണ്ട്, ആ പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കിട്ടില്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. ഒട്ടിക്കണതിന് മുമ്പായിട്ട് തന്നെ ഭയങ്കര മിനുസമുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പയ്യെ ഗ്രിപ്പ് പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം, നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടാൻ വേണ്ടി. ആദ്യം നമ്മൾ കുറച്ച് ഒട്ടിച്ചിട്ട് അടുത്ത ലെയറായിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് ധൈര്യമായിട്ട് മോട്ടർ ഇതിൽ ഫിറ്റ് ചെയ്യാം. പുതിയത് വരുമ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രോങ് ആയിട്ടുണ്ട്. നമ്മുടെ മോട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യുമ്പോഴും കേബിളൊന്നും വിട്ടു പോകാതെ സൂക്ഷിച്ച് വേണം ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ. മോട്ടർ ഈ കവറയിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നത് മുന്നിൽ 2 സ്ക്രൂവും ബാക്കിൽ 1 സ്ക്രൂവും ഉപയോഗിച്ചാണ്. ആദ്യം നമുക്ക് ഫ്രണ്ട് സൈഡിലത്തെ 2 സ്ക്രൂകൾ ഇട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മോട്ടർ ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ വയർ മോട്ടർ കറങ്ങുമ്പോൾ എവിടെയും ടച്ച് ആകാത്ത രീതിക്ക് വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. ആദ്യം നമുക്ക് ഫ്രണ്ടിലത്തെ 2 സ്ക്രൂകൾ ടൈറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ബാക്ക് സൈഡിലുള്ള സ്ക്രൂവും ടൈറ്റ് ചെയ്തെടുക്കാം.
ഇതുപോലത്തെ ബീറ്റർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെള്ളമൊന്നും ഉള്ളിലേക്ക് പോകാതെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. 3 സ്ക്രൂകളും നന്നായിട്ട് ടൈറ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് ബീറ്റർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീറ്റർ എന്തായാലും ഓക്കെ ആയി. നമ്മുടെ ബീറ്ററിൻ്റെ ഫ്രണ്ടിലത്തെ ഗിയറിലുണ്ടായിരുന്ന ഗ്രീസ് എല്ലാം പോയായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തേക്കാം. അടുത്തതായിട്ട് നമ്മുടെ ബീറ്ററിൻ്റെ കാർബൺ ബ്രഷ് ഒരഞ്ഞ് മോട്ടറിൻ്റെ അവിടെയൊക്കെ പയ്യെ ബ്ലാക്ക് കളറായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇട്ടേക്കാം. നമ്മുടെ ബീറ്ററിൻ്റെ കവർ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പവർ സപ്ലൈയുടെ കേബിൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു കേബിൾ ടൈ ഇട്ട് ലോക്ക് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ കേബിളിൽ ഒരു കെട്ടിട്ടാലും മതി. പക്ഷേ കെട്ടിട്ട് കഴിയുമ്പോഴത്തേന് കേബിളിൻ്റെ ലെങ്ത് വീണ്ടും കുറഞ്ഞു പോകും. അതാണ് ഇതുപോലെ കേബിൾ ടൈ ഇട്ടത്. ഇനി നമ്മുടെ ബീറ്ററിൻ്റെ മുകളിലത്തെ കവർ നമുക്ക് അടച്ചെടുക്കാം. അടച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് സ്വിച്ച് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം അടയ്ക്കാൻ. അതിൻ്റെ കേബിളൊന്നും വിട്ടു പോകാതെ കറക്റ്റായിട്ട് ആ സ്വിച്ച് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് അടച്ചെടുക്കാം. ഇതുപോലെ കവർ അടച്ച ശേഷം താഴെ സൈഡിലുള്ള ഫ്രണ്ടിൽ ഒരു സ്ക്രൂവും ബാക്ക് സൈഡിൽ 3 സ്ക്രൂവുമാണ് ഉള്ളത്. ഈ 3 സ്ക്രൂവും ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കവർ നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം വേണം ടൈറ്റ് ചെയ്തെടുക്കാൻ. എന്നാണ് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇതുപോലത്തെ ബീറ്ററിൻ്റെയൊക്കെ കേബിൾ പെട്ടെന്ന് പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൈ പിടിച്ചാണല്ലോ ഈ ബീറ്ററൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കേബിൾ വലിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പെട്ടെന്ന് പോകാൻ ചാൻസ് കൂടുതൽ. പിന്നെ കേബിളിനാണെങ്കിലും അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കേബിളായിരുന്നു. ഇനി നമ്മുടെ ബീറ്റർ പ്ലഗിൽ കുത്തിയ ശേഷം അതിൻ്റെ ബ്ലേഡുകളെല്ലാം ഇട്ട് നോക്കാം. ശരിക്കും ഇതുപോലത്തെ ബീറ്റർ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ബ്ലേഡും പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയുള്ള വേറൊരു സാധനമാണ് കിട്ടുന്നത്. പക്ഷേ അത് നമ്മുടെ കൂടെ കിട്ടിയില്ലായിരുന്നു. ഇതായിരുന്നു കിട്ടിയത്. ബ്ലേഡ് ഇട്ട ശേഷം ഓൺ ചെയ്ത് നോക്കിയപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇനി നമ്മുടെ ബീറ്ററിൻ്റെ പവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. നമ്മുടെ ബീറ്റർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് മൈദ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. എടുത്തു വെച്ച മൈദയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച ശേഷം മിക്സ് ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല കിട്ടില്ല പവറും തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബീറ്റർ വാങ്ങിയപ്പോൾ ഉള്ള ചിലവെന്ന് വെച്ചാൽ ബീറ്റർ സ്ക്രാപ്പിൽ നിന്ന് എടുത്തപ്പോൾ 50 രൂപയും പിന്നെ കേബിൾ മേടിച്ചതിൻ്റെ 60 രൂപയും ആകെ 110 രൂപയാണ് നമ്മുടെ ബീറ്ററിന് ചിലവായത്. ഇതുപോലെ ചെറിയ കംപ്ലൈൻ്റ് ആകുമ്പോൾ തന്നെ നമ്മളെടുത്ത സ്ക്രാപ്പിലേക്ക് കളയാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റെഡിയാക്കാൻ സാധിക്കും. പിന്നെ ഇതുപോലത്തേക്ക് നമ്മൾ അഴിച്ച് പണിയുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കറണ്ടിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഷോക്ക് അടിക്കാതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ റീസ്റ്റോറേഷൻ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.